നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, മരിച്ചു പോയെന്നറിയാതെ ജീവിക്കുന്ന പെണ്ണാ ഞാൻ. താലി കെട്ടിയ പെണ്ണ് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഹരി. ഞങ്ങൾ തമ്മിൽ കൂടിച്ചേരലില്ല. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും വിട്ടുകൊടുത്തതും അല്ലാണ്ട് അവൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല. ഇതെങ്ങനെ എനിക്ക് അവന് നേടിക്കൊടുക്കണം? അതെ സുജാത, ഒന്ന് നെത്തിയോട് സംസാരിക്കണം. വേണം രാമകൃഷ്ണേട്ടാ, ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ഉറപ്പാ, എന്തൊക്കെ പറഞ്ഞവളെ നിഷേധിച്ചാലും അവൾക്ക് ഹരിയെ മറക്കാനൊന്നും പറ്റില്ല. എന്റെ കുട്ടി ഉള്ളിന്റെ ഉള്ളിൽ അത് ആഗ്രഹിക്കുന്നുണ്ടാവും. സുജാതെ, പക്ഷേ അതെ വീണയുടെ കാര്യം പ്രശ്നമാ. ടീച്ചറിനെ ഹരിയുടെ കല്യാണം നടക്കുമെങ്കില് ആത്മഹത്യ ചെയ്യുന്നവരെ അവള് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സുജാതെ, എനിക്ക് അതിന് പോലും കള്ളം പറയേണ്ടി വന്നു. ഒരു കാര്യം ഞാൻ പറയാം സുജാതെ, ഒരു നിമിഷം പോലും നമ്മുടെ കയ്യിലില്ല. ഇന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ കല്യാണം നടത്തി കൊടുക്കാൻ സാധിക്കണം കേട്ടോ. ഞാനിപ്പോ തന്നെ അവളോട് സംസാരിക്കാം. ഇതിലും നല്ലൊരവസരം വേറെ ഇല്ലല്ലോ. ഞാനിപ്പോ വരാം. ദൈവമേ, ഇനിയൊരു പരീക്ഷണത്തിന് ഇടവരുത്തരുത്. സങ്കടങ്ങൾ പെയ്തിറങ്ങിയ രാത്രിയിൽ എന്നെ സാന്ത്വനിപ്പിച്ച നിത്യയുടെ അക്ഷരങ്ങളായതില്. കൺമുന്നിലൂടെ 1000 പെൺകുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരാളോട് പോലും മനസ്സിൽ പ്രണയം തോന്നിയിട്ടില്ല. ആദ്യമായും അവസാനമായും തോന്നിയത് നിത്യയോടാണ്. ഭൂമിയിൽ ഒരാൾക്കും ഞാൻ പകർത്തു കൊടുക്കാത്ത ആ സ്നേഹം തനിക്ക് വേണ്ടി മാത്രം ഞാൻ കരുതി വെച്ചതാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് വേണ്ടി ഓരോ വിവാഹാലോചനകൾ നടത്തുമ്പോഴും അമ്മയുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് നിനക്കറിയൂ? അങ്ങനെ വരുന്ന ഒരാള് നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണമെന്ന്. ഇപ്പൊ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ അങ്ങനെ നിന്നെ സ്നേഹിക്കാൻ ഒരാൾക്കേ പറ്റുമോളെ. ഹരിക്ക് ചുറ്റുപാടുകൾ നിന്നെ തടുത്തിട്ടുണ്ടാവും. പക്ഷേ അമ്മയോടെങ്കിലും മോള് സത്യം പറ.
ഇഷ്ടം തോന്നിയിട്ടില്ലേ നിനക്ക്? അമ്മേ, അമ്മ എന്തൊക്കെയാ ചോദിക്കുന്നത്? അമ്മേ, ഹരിയുടെ വരികളും വാക്കുകളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അമ്മയുടെ മോനെ ദ്രോഹിച്ച ഓരോ രാത്രികളിലും ആ വരികളൊക്കെ ഞാൻ വായിക്കായിരുന്നു. മുറിവിൽ മരുന്ന് വെക്കുന്ന സുഖത്തില് അതൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഹരി എന്നെ പ്രാന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ മാത്രമാണ് ഞാൻ അറിഞ്ഞ. അമ്മ ഹരിയോട് പറയട്ടെ വിവാഹത്തിന് നിനക്ക് സമ്മതമാണെന്ന്? വേണ്ട. എനിക്ക് സമ്മതമല്ല. ഇതെന്താ അമ്മേ, കുട്ടിക്കളിയാണോ? ഹരിയുടെ വീട്ടില്, ഹരി കിടക്കുന്ന അതേ വീട്ടില് വീണയുണ്ട്, കല്യാണിയുടെ അമ്മ. ആ സ്ഥാനം ഞാൻ എങ്ങനെ തട്ടിപ്പറിക്കും? അത് മാത്രല്ല, ഞാൻ കേട്ട ജീവന്റെ ശബ്ദം, ഞാൻ കണ്ട ജീവന്റെ മുഖം. അമ്മ എങ്ങനെയൊക്കെ നിഷേധിച്ചാലും അതെന്റെ ഉള്ളിലുണ്ടാവും അമ്മേ. ഒരു കാര്യം സത്യമാണമ്മേ, ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, മരിച്ചു പോയെന്നറിയാതെ ജീവിക്കുന്ന പെണ്ണാ ഞാൻ. താലി കെട്ടിയ പെണ്ണ് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഹരി. ഞങ്ങൾ തമ്മില് കൂടിച്ചേരലില്ല, ഒരിക്കലും ഉണ്ടാവില്ലമ്മേ. അമ്മ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. മോളോടുള്ള എന്റെ സ്നേഹത്തിന്റെ അളവും നീ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്റെ മോള് ഇതിന് സമ്മതിക്കണം. ഞാൻ വേണമെങ്കിൽ എന്റെ കാല് പിടിക്കും. അയ്യോ അയ്യോ അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.